14-ാം തീയതി ആരംഭിച്ച ഈ കലക്കൻ തൃശൂർ പൂരം, തൃശൂർ കലോത്സവം ഏതായാലും അവസാന നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ 18-ാം തീയതി ആവുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയൊരു ഉത്സവത്തിന് കൊടിയിറങ്ങുന്ന ഒരു അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതായാലും ഇത്രയും ദിവസം നമ്മളോടൊപ്പം ഈ ജയ്ഹിന്ദ് ടീം കൂടെ ഉണ്ടായിരുന്നു, എല്ലാ വേദികളിലും ഉണ്ടായിരുന്നു, എല്ലാ വേദികളുടെ വിശേഷങ്ങളുമായിട്ടൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. എന്നോടൊപ്പം ഒരു വലിയൊരു ടീം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഏതായാലും ഈ വേദികളിൽ നമ്മൾ കുട്ടികളൊക്കെ ധാരാളം പരിചയപ്പെട്ടു. എന്നാലും നമുക്ക് നമ്മുടെ ടീമിനെയും കൂടെ എന്തായാലും പരിചയപ്പെടേണ്ടത് ഏറ്റവും അത്യാവശ്യകരമായ ഒരു കാര്യം. നമുക്ക് നോക്കാം ആരൊക്കെയായിരുന്നു ഈ വിവരങ്ങളും ഈ അപ്ഡേഷനുകളും എല്ലാം കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചത്. എന്തായാലും പവലിയനിൽ വന്ന ധാരാളം വിദ്യാർത്ഥികൾ വന്ന് അരങ്ങേറി, അതോടൊപ്പം തന്നെ സാമൂഹ്യ രാഷ്ട്രീയ പ്രമുഖരും ധാരാളം കലാകാരന്മാരും ഒക്കെ വന്ന് നമ്മളോടൊപ്പം സംസാരിച്ചു. അതിലൊക്കെ ഉപരിയായി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ടീം എന്ന് പറയുന്നത്. എന്തായാലും ഈ ടീമിനൊക്കെ നിങ്ങൾ ഏറ്റവും ആദ്യം കണ്ട 2 പേർ നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് നോക്കാം അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു. അശ്വിനി, എങ്ങനെയായിരുന്നു കലോത്സവം ഇത്തവണ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്തവണ കലക്കിയില്ലേ നമ്മുടെ കലോത്സവം. മാത്രമല്ല ഒത്തിരി വർഷത്തെ കലോത്സവത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ 64ലേക്ക് എത്തുമ്പോൾ. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും പൊളിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകർ കണ്ട ആളുകളാണ് പറയേണ്ടത്, നമ്മളല്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂർ വീണ്ടും ആതിഥേയത്വം വഹിച്ചപ്പോൾ വലിയ പ്രത്യേകതകളോട് കൂടിയാണ്. നമ്മൾ കാണാതെ അല്ലെങ്കിൽ പുരാതനമായ നാടൻ കലാരൂപങ്ങളടക്കം ഈ പ്രാവശ്യം മാനുവലിൽ ഉൾപ്പെടുത്തി വീണ്ടും കൂടുതൽ അത്തരത്തിലുള്ള കലകൾ ഉൾപ്പെടുത്തും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കലകളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊച്ചു കുട്ടികളെയും കലാകാരന്മാരെയും കലാകാരികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ ഏഷ്യയിലെ തന്നെ വലിയ കലോത്സവം മാമാങ്കം ഇതിലേക്കാൾ കൂടുതൽ ഭംഗിയായി മികച്ചതായി നടത്താൻ അടുത്ത പ്രാവശ്യം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലേ നമുക്കിനി ഇതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഇവിടെ നടന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി നിങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് ആദ്യം കണ്ട ക്യാമറ കണ്ണുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ടീമിന്റെ ക്യാപ്റ്റൻ അനിൽ ചേട്ടനുണ്ട്. അനിൽ ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 5 ദിവസം പോയതേ അറിഞ്ഞില്ല. ഉഗ്രൻ ടീമാണ് നമുക്ക് കിട്ടിയത്. വളരെ ഹാപ്പി. നമ്മുടെ ടീമിന്റെ ആളുകളെ കൂടെ ഒക്കെ കാണണ്ടേ? വന്നോ നമ്മുടെ ഈ ടീമിന്റെ എല്ലാ കാര്യങ്ങൾക്കും വലിയ ഓരോ അതിഥികളെ കൊണ്ടുവരുന്നു, അതുപോലെ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നു. അതിനൊക്കെ ചുക്കാൻ പിടിച്ച ഒരാളാണ് നമ്മുടെ സാജൻ ചേട്ടൻ. സാജൻ ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അനുഭവമായിരുന്നു. കാരണം സാജൻ ചേട്ടൻ്റെ അനുഭവമായിരുന്നു ശരിക്കും ജനങ്ങൾക്ക് ഏറ്റവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാജൻ ചേട്ടൻ ഒരു ഇടപെടൽ വളരെ ഗംഭീരമായിരുന്നു. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ആവശ്യമായ എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും തന്ന ഒരു ടീമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിങ്ങിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ചന്ദ്രൻ ചേട്ടൻ. ചന്ദ്രൻ ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. എല്ലാം പൊളിച്ചു. അപ്പോൾ അതുപോലെ നമ്മുടെ രാജീവ് ചേട്ടനുണ്ട്. രാജീവ് ചേട്ടാ, അടിപൊളി. ഒറ്റ വാക്കിലൊക്കെ പറയുക, അടിപൊളി. അജയ് ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? തകർത്തു. നല്ല കലോത്സവമായിരുന്നു. 6-7 കലോത്സവം കോർഡിനേഷനും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് വ്യത്യസ്തമായിരുന്നു. തൃശ്ശൂർ മുമ്പും വന്നിട്ടുണ്ട് കലോത്സവത്തിന്, പക്ഷേ കുറച്ച് പൊടിയൊക്കെ താരതമ്യേന കുറവ്, എന്നാൽ നല്ല പങ്കാളിത്തം. തൃശ്ശൂർ പൂരം പോലുള്ള വൻ ജനാവലി അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ മത്സരാർത്ഥികൾ ഒന്നും മെച്ചം. നല്ല കലോത്സവം. എല്ലാവരും ഒന്നിനൊന്നിനും വെച്ചു. അതിനേക്കാളും മെച്ചമാണ് നമ്മുടെ ടീം എന്ന് പറയുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ ഇതിൻ്റെ എല്ലാം ഓഡിയോ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ബിജു ചേട്ടനുണ്ട്. ബിജു ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഈ ചാനലിന്റെ തുടക്കം തൊട്ട് ഈ കലോത്സവം ചെയ്യുന്നത് ഞാനും അനീഷുമാണ്. തുടക്കം തൊട്ട് ഇത്രയും വർഷം കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു കലോത്സവത്തിലും കൂടെ ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ടീമാണ്. ഇനിയോടെ നമ്മുടെ ടീം എവിടെ? ബാക്കി നമ്മുടെ കൂടുതൽ എല്ലാവരും ഉണ്ട്. ജയ്ഹിന്ദിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വർഷം നീണ്ട നാളുകൾക്ക് ഇടയിൽ നിരവധി കലാമേളകൾ, കായികമേളകൾ, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതെല്ലാം അതിഗംഭീരമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി വരുന്ന ഓരോ ഇവൻറ്റുകളും ഇതിനേക്കാൾ അതിഗംഭീരമായി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കും എന്ന് തന്നെയാണ് ജയ്ഹിന്ദ് ഉറപ്പ് നൽകുന്നത്. നമുക്ക് എന്തായാലും മേഘ പറഞ്ഞതുപോലെ നന്ദി മാത്രമല്ല, നമ്മളിനി ഒരു ആഘോഷത്തിലേക്ക് കൂടി പോവുകയാണ്. ആഘോഷം കൂടിയുണ്ട്. എന്തായാലും ഈ ആഘോഷങ്ങൾക്കൊക്കെ ശേഷം ഞങ്ങളെല്ലാവരും ജയ്ഹിന്ദ് ടീം തിരുവനന്തപുരത്തേക്ക് സെൻട്രൽ സ്റ്റുഡിയോയിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ മേഘ പറഞ്ഞത് നന്ദി മാത്രമേ ഉള്ളൂ എന്നാണ് ചോദിച്ചത്. നന്ദി മാത്രമല്ല, നമ്മളൊരു ചെറിയ കേക്കും കൂടെ കട്ട് ചെയ്യുകയാണ്. അതിന് പ്രധാനപ്പെട്ട മറ്റു പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ ചെയ്ത സ്റ്റോറികളെല്ലാം സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റാണ്. 203K ആയി നമ്മുടെ ഒരു സ്റ്റോറി. അങ്ങനെ എല്ലാം വളരെ ഗംഭീരമായ സ്റ്റോറി, ഗംഭീരമായ ലൈവ് എല്ലാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി അതുപോലെ തന്നെ ഈ ഒരു കേക്ക് കട്ടിംഗ് കൂടെ നമ്മൾ നടത്തുകയാണ്. നമുക്കതിലേക്ക്